ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സീതയുടെ കല്യാണത്തിനാണ് പോകുന്നത്. അപ്പോൾ ഞാനും ഓഫീസും കൂടെ മുതുമട വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മളെ കാർ കിടക്കുന്നത്. കാർ എടുത്തുകൊണ്ട് നേരെ ഇറങ്ങിയപ്പോൾ തന്നെ ചന്തുവിന്റെ വിളി വന്നു. ചെറുക്കനെ രാവിലെ തൊട്ട് ഞാൻ പോസ്റ്റ് ആക്കിയാണ്. ചെറുക്കൻ എന്നെ കണ്ടപ്പോൾ തന്നെ ചാടി ഇറങ്ങി വന്നു. വേഗം തൂക്കിയാണ് വരവ്. പിന്നാളെ എന്തെങ്കിലും സാധനമാണെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് തെറ്റി. അത് ലാപ്ടോപ്പ് ആയിരുന്നു. ചോദിച്ചപ്പോൾ മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അപ്കമിങ് ഗ്രൂമായ കടയാടി അല്ലമീനെ തൂക്കാൻ പോയി. അങ്ങനെ നമ്മൾ ആടിച്ചോരത്തിലെത്തി. ഇറങ്ങിയ ഉടനെ ഫ്രണ്ടിൽ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിലോട്ടുള്ള കടന്നേറ്റ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് 2-3 ഗ്ലാസ് കൂടെ ഞാൻ കുടിച്ചു. മൊത്തം ആരെയും കാണാത്തോണ്ട് നമ്മൾ ഹാളിൽ പോയിരുന്നു. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? അപ്പോഴത്തേക്ക് ഉമ്മാര് താഴേക്കെന്നും പറഞ്ഞ് നമ്മളെ വിളിച്ച്. ഇതാണ് ആദിൽഖാൻ, നമ്മുടെ ക്യാമറമാനാണ്. പുള്ളി പ്രൊഫഷണലാണ്. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഒരുപാട് നാളായി ഉമ്മാരെ കണ്ടിട്ട്. ഇങ്ങനത്തെ ചടങ്ങുകൾക്ക് ഉമ്മാരെ കാണാൻ കിട്ടുള്ളൂ. മെണ്ടിയും പറഞ്ഞു നിന്ന് സമയം പോയി അറിഞ്ഞില്ല. ചെറുക്കന് ഞെട്ടി. അങ്ങനെ ചെറുക്കനെല്ലാരും കൂടെ ആനയിച്ചോത്തോണ്ട് പോയി. അങ്ങനെ കുറെ നാളത്തെ കുണ്ടം കറുവിന് വിരാമം മരിക്കണ ഗൈസ്. അപ്പോഴാണ് നമ്മളെ തുടലെത്തിയത്. ചെറുക്കൻ വന്ന ഉടനെ പണി തുടങ്ങി. ചന്തു ഒരുപാട് നേരം തിന്നാൻ കിടന്നു വിളിക്കുന്നു. വീഡിയോ എടുക്കണമെന്നുണ്ടപ്പം പുള്ളി നിലപാട് മാറ്റി. അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നടടുത്ത മൊത്തം ടീംസ് ഉണ്ട്. അങ്ങനെ കുറച്ചു നേരത്തെ വിരാമത്തിന് ശേഷം ഫുഡ് എത്തി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹാളിലോട്ടാണ്. ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ഒരു പഞ്ചായത്ത് മൊത്തം അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഇരുന്നിരുന്ന് മുഷിച്ചുകൊണ്ട് പതുക്കെ നമ്മൾ അങ്ങോട്ട് നടന്നു. മഴയൊക്കെ വരുന്ന പലർക്കും വീട്ടിൽ പോകണം. അങ്ങനെ നമുക്കും ഫോട്ടോ എടുക്കാനുള്ള സ്ലോട്ട് കിട്ടി. നമ്മളും കയറി ഒരു ഫോട്ടോ എടുത്ത്. അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ആദ്യത്തേതും അവസാനത്തേതും. ക്യാമറാമാൻ നമ്മളെ ആളായോണ്ട് അവന്റെ കിടന്ന ഫോട്ടോകളൊക്കെ പതുക്കെ ഇങ്ങ് സെൻഡ് ചെയ്യിപ്പിച്ചു. പാവം ഫുഡ് പോലും കഴിക്കാൻ ഇത്ര നേരം നിന്ന്. ഇവന്മാരൊക്കെ ഇനി എന്ന് കാണുമെന്ന് എപ്പം കാണുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യാത്ര പറഞ്ഞ് പിരിയാൻ തുടങ്ങി. ചന്തുവിന് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് ഉമ്മാരോട് വണ്ടി കയറി പറഞ്ഞു. പിന്നെ വിഷം നിന്ന് ആദിൽഖാനെയും കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നു. അപ്പം അങ്ങോട്ട് കല്യാണ ചെറുക്കനും പെണ്ണും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ കൂടെ യാത്ര പറഞ്ഞ് നമ്മളും യാത്ര തിരിച്ചു. തിരിച്ചു പോകാൻ ഞാനും അല്ലമീനും ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഴ ഉണ്ടായിരുന്നു. അല്ലമീൻ്റെ വീട്ടിലോട്ട് ആക്കി. കാർ കൊണ്ട് മൂത്തുമാടെ വീട്ടിലും പാർക്ക് ചെയ്ത് ഞാൻ ഓഫീസ് അവിടെ നിന്ന് ഇറങ്ങി. എന്നെ വീട്ടിലാക്കി അവനും തിരിച്ചു പോയി.